ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ വീഡിയോ. അപ്പോൾ നമ്മളിന്നൊരു ഡെയിലി ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന് വിചാരിച്ചു. ആഫ്റ്റർ ബേബി വന്നതിന് ശേഷം നമ്മുടെ ലൈഫ് എങ്ങനെ പോകുന്നു എന്നുള്ളത്. അപ്പോൾ ഇവിടെ രാവിലെ 7:30 ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ എഴുന്നേറ്റു. അഞ്ചാറ് എണീച്ച് ജിമ്മിൽ പോയി ഓൾറെഡി. പിന്നെ ബേബിനും ഉമ്മച്ചി എഴുന്നേറ്റപ്പോൾ എടുത്തുകൊണ്ട് കളിപ്പിക്കുന്നുണ്ട് അവിടെ. ഞാനിപ്പോൾ എഴുന്നേറ്റ് ഇനിയിപ്പോൾ നമുക്ക് രാവിലെ തന്നെ പല്ല് കഴിച്ച് കുളിച്ച് റെഡിയാവാം മീൻസ് കുളിച്ചിരിക്കാം. വേറെ പണിയൊന്നുമില്ല. അതുകൊണ്ട് രാവിലെ തന്നെ പല്ലൊക്കെ തേച്ച് കുളിച്ച് റെഡി ആയിട്ടിരിക്കാം. അപ്പോഴത്തേക്കും ഞാൻ ഇവിടെ നിന്ന് ബേബീനെ കാണിച്ചു തരാം. ഇവിടെ നിന്ന് പോയിട്ടുള്ളത് ആളവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ചെറുതായിട്ട് കരയാൻ തുടങ്ങിയിട്ടുണ്ട്. ചിലപ്പോൾ എടുക്കേണ്ടി വരും, നോക്കാം. അപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റിട്ട് നമുക്ക് ആദ്യം ബെഡ് അങ്ങോട്ട് നേരിട്ട് തുടങ്ങാം. മമ്മി ഇതേ അവിടെ കുക്കിങ്ങിലാണ്. സോ നമുക്ക് അടുക്കളയിൽ ഇപ്പോൾ ഒന്നും അറിയേണ്ട കാര്യമില്ല. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന തിരക്കിലാണ്. സോ ആക്ച്വലി നമുക്കത് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. അടുക്കളയിലോട്ട് കയറിയേ വേണ്ട. സമയം ഫുഡേ എന്ന് പറഞ്ഞാൽ മതി. സോ നമുക്ക് പെട്ടെന്ന് കുളിച്ചിട്ട് വരാം. അപ്പോഴത്തേക്കും എല്ലാം അവിടെ റെഡിയൊക്കെ ആവും. പിന്നെ അവനും ഇപ്പോൾ കുഴപ്പമില്ലാതിരിക്കും. അപ്പോൾ നമുക്ക് വേഗം കുളിച്ചിട്ട് വരാം. കുളി കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും ആൾ പാല് കുടിക്കാനുള്ള ഇതിലായിരുന്നു. അപ്പോൾ അതേ പാല് കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഉറങ്ങാനുള്ള ചെറിയൊരു ഇതിലും കൂടിയാണ്. നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. സോ അൻഷാദ് ജിമ്മ് കഴിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ബേബീനെ അങ്ങോട്ട് ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അൻഷാദ് കുറച്ച് നേരം ടേക്ക് കെയർ ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കുകയാണ്. കൊച്ചിനെ നോക്കണം. സോ ഇനി നമുക്ക് ഉമ്മച്ചീനെ പോയി കുറച്ച് നേരം ഡിസ്റ്റർബ് ചെയ്തിട്ട് വരാം. അമ്മ ഫുഡ് റെഡി. അവിടെ പുട്ട് ആയിക്കൊണ്ടിരിക്കുന്നു, ചായ അവിടെ ആയിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ മുട്ടക്കറിയും ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മുട്ടക്കറി ടേബിളിലോട്ട് വയ്ക്കാം. അഞ്ചാത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. അവന് രാവിലെ 9 മണിക്ക് എന്തോ മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അവൻ ആദ്യം ഭക്ഷണം കഴിക്കാനായിട്ടിരുന്നു. അപ്പോൾ ഞാൻ ബേബീനെ എടുത്തു. ബേബി എങ്ങനെയാണെന്ന് വെച്ചാൽ താഴെ വെച്ചാൽ അപ്പോൾ നിൽക്കാറുണ്ട്. അപ്പം ഞാൻ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് വേണം അടുത്തൊക്കെ കഴിക്കാൻ. അപ്പോൾ വെയിറ്റിംഗ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വിചാരിച്ച് വന്നു. അപ്പോൾ മുട്ടയും പുട്ടും. ഇന്ന് നമ്മൾ ഇവിടെ നല്ല ടെമ്പറേച്ചറാണ് ഇപ്പോൾ. അപ്പോൾ നമ്മളൊന്ന് പുറത്ത് പോകാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ലണ്ടനൊക്കെ നാട്ടിലേക്കാളും ചൂടാണെന്ന് ഞാൻ കണ്ടായിരുന്നു. റെഡ് വാർണിംഗ് ഒക്കെ കൊടുത്തിരിക്കുകയാണ്. ഇവിടെ അത്രയും ചൂടൊന്നുമില്ല. ഇവിടെ ഒരു മാക്സിമം ഒരു 25-30 ഒക്കെ. 30 അങ്ങനെ വരാറില്ല, 25 അത്രയൊക്കെയാണ് വരാറുള്ളൂ. അപ്പോൾ ഞാനൊന്ന് റെഡിയായി. ഡ്രസ്സുകൾ നമുക്ക് ഒന്നും പാകമാവുന്നില്ല. അപ്പോൾ കുറേ ഫാഷൻ ഷോ കഴിഞ്ഞതിന് ശേഷം കുഴപ്പമില്ലാത്തൊരു ഡ്രസ്സ് എടുത്ത് ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ വണ്ണമൊക്കെ പതുക്കെ കുറയ്ക്കണം. ഉള്ള ഡ്രസ്സുകളൊന്നും ഇടാൻ പറ്റുന്നില്ല. ഞാൻ വിചാരിച്ചു പ്രസവം കഴിയുമ്പോൾ നമുക്ക് എല്ലാ ഡ്രസ്സും ഇടാമെന്ന് വിചാരിച്ചിരുന്നതായിരുന്നു. പക്ഷെ ഇപ്പോൾ ഒന്നും കയറുന്നില്ല. കാരണം എൻ്റെ പഴയ സൈസിനനുസരിച്ചുള്ള ഡ്രസ്സുകളായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഒരെണ്ണം വലിയ കുഴപ്പമില്ലാതെ കിട്ടിയിട്ടുണ്ട്. അതെടുത്തിട്ടു. ഇനിയിപ്പോൾ ഞാൻ പോയി കൊച്ചിനെ എടുത്തിട്ട് ഉമ്മച്ചി ഡ്രസ്സ് മാറി നമുക്ക് അങ്ങനെ ഇറങ്ങാം. നമുക്കിവിടെ അടുത്തൊരു സ്ട്രോബെറി തോട്ടമുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ നമ്മളൊരു തവണ ചെന്നപ്പോൾ പൂക്കുന്ന ടൈം അത് ഹാർവസ്റ്റിൻ്റെ ടൈം ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പോൾ അത് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ പോവാം. പുറത്തേക്ക് ഇറങ്ങാനായിട്ട് നമ്മുടെ കുഞ്ഞപ്പനെ അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഒന്ന് ഫ്രഷ് ആക്കിയിട്ട് പുറത്തേക്ക് ഇറങ്ങാമെന്ന് കരുതി ഉടുപ്പൊക്കെ ഇടിച്ച് സെറ്റപ്പാക്കാം. നമ്മൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ആളെ കുറച്ചും കൂടെ ഒന്ന് ഫീഡ് ചെയ്തിട്ട് നമുക്ക് ഒന്ന് ഉറക്കി വണ്ടി കയറ്റാം. അപ്പോൾ അൻഷാദ് അവിടെ വണ്ടി സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ ആളെ കാർ സീറ്റിൽ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൾ കുഴപ്പമില്ലാതെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ മമ്മി റെഡിയായി, നമ്മളെല്ലാവരും റെഡിയായി ഇറങ്ങാൻ പോവാണ്. വീടൊക്കെ പൂട്ടി ഇറങ്ങിയിട്ടുണ്ട്. എനിക്കൊരു വേസ്റ്റ് ഇവിടെ കളയാനുണ്ട്. നമുക്കതും കൂടെ കളഞ്ഞിട്ട് പയ്യങ്ങ് ഇറങ്ങാം. കറക്റ്റായിട്ട് നമ്മൾ പുറത്തിറങ്ങുമ്പോൾ എങ്ങനെയാണോ ഇങ്ങനെ മഴയ്ക്കൊക്കെ പെയ്യാൻ സാധിക്കുന്നത്. നമുക്കൊരു വേസ്റ്റ് കളയാനുണ്ട്. അതിനകത്തിട്ടിട്ട് ക്ലോസ്. ഓക്കെ. അപ്പോൾ അവരവിടെ വണ്ടി പോയി കയറിയിട്ടുണ്ട്.
കയറിയിട്ടില്ല, കയറ്റിക്കൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ അവനെ കയറ്റാനുള്ളത് എല്ലാം കുറച്ച് ടൈം കൺസ്യൂമിങ് ആണ്. ഇപ്പോൾ അവനെ കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ സെറ്റ് ചെയ്ത് ആക്കിയിട്ടുണ്ട്. നമുക്ക് പോവാം. ഇപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്നൊരു അരമണിക്കൂറില്ല, ഒരു 25 minutes ഒക്കെ ട്രാവലുണ്ട്. ഇപ്പോൾ നമ്മൾ ഓൺ ദ വേ ആണ്. അപ്പോൾ അത് ഡ്രൈവ് ചെയ്യുന്നു. മമ്മി വണ്ടി ഉറങ്ങാനുള്ള ബേബി ഉറങ്ങി കാണുമായിരിക്കണം. ഉറങ്ങിയാന്ന് ചെയ്യും. പിന്നെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ഇവിടെ നല്ല ടെമ്പറേച്ചറുള്ള കാരണം നമുക്ക് ജാക്കറ്റൊന്നും ആവശ്യമില്ല. ഇപ്പോൾ നല്ല ചൂടാണ്. അത്യാവശ്യം നമ്മൾ തണുപ്പിൽ നിന്ന് നമുക്ക് ചൂടിലേക്ക് വരുമ്പോൾ ചെറിയ ചൂട് നമുക്ക് ഭയങ്കര ചൂടായിട്ട് തോന്നും. അങ്ങനെ നല്ല ചൂടുള്ള ടൈമാണ്. പോയിക്കൊണ്ടിരിക്കുന്നു. നമ്മളവിടെ എത്തിയിട്ട് കാണാം. നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. നല്ല തിരക്കാണെന്ന് ഇവിടെ. ഞാൻ പറഞ്ഞില്ലേ, നല്ല വെതറായതുകൊണ്ട് എല്ലാവരും പുറത്തിറങ്ങിയിട്ടുണ്ടാവും. അത്യാവശ്യം നല്ല തിരക്കുണ്ടെന്ന് തോന്നുന്നു. കുറേ വണ്ടിയുണ്ട്. പിന്നെ നമ്മൾ ബേബിനെ കൊണ്ട് ആദ്യമായിട്ടാണ് ഇപ്പോൾ പുറത്തിറങ്ങണേ. നമ്മൾ ബേബിയായിട്ട് അങ്ങനെ പുറത്തിറങ്ങിയിട്ടില്ല. ഇപ്പോൾ ആദ്യമായിട്ടാണ് ബേബിയായിട്ട് നമ്മൾ ഒന്ന് കറങ്ങാനായിട്ട് ഇറങ്ങുന്നതും. ഇങ്ങനെ അവൻ സഹകരിക്കും എന്ന് നമുക്ക് കണ്ടറിയാം. അപ്പോൾ നമ്മൾ വീണ്ടും അവനെടുത്ത് വണ്ടിയിലോട്ട് സെറ്റ് ചെയ്യാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ നമുക്ക് ഇവിടെ അങ്ങോട്ട് പോയി നോക്കാം എന്താകും എന്നുള്ളത്. അവിടെ ഒരു ഇതുണ്ട്. അവിടെ പോയി നമ്മൾ ബാസ്ക്കറ്റ് വാങ്ങിക്കുക, പോവുക, പറിക്കുക. അപ്പോൾ ഇവനാദ്യം ഫിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. നമുക്കിവിടെ ഇങ്ങനെ കയ്യിലെടുത്ത് പിടിച്ച് നടക്കാവോന്ന് അറിയില്ല. കാരണം ആരും പിടിച്ച് നടന്ന് കണ്ടിട്ടില്ല. കാരണം നമ്മളും പിന്നെ ഇനിയിപ്പോൾ വെറുതെ വേണ്ടാന്ന് വിചാരിച്ച് എടുക്കാറില്ല. നമ്മളും ഇത് തന്നെ അങ്ങോട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇവനെയും കൊണ്ട് വരുന്ന കാരണം ഭയങ്കര സ്ലോയിലേ തള്ളാൻ പറ്റുള്ളൂ. വണ്ടിയുടെ സസ്പെൻഷൻ അത്ര പോരാ. അപ്പോൾ നമുക്കത് പോയി വാങ്ങിക്കാം. പക്ഷെ അവിടെ ആരെയും കാണില്ല. അവിടെ ആളുണ്ട്. ഞാൻ ബാസ്ക്കറ്റ് വാങ്ങിക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ. ഇവിടെ അത്യാവശ്യം തിരക്കുണ്ട്. നമുക്കിവിടെ വെയിറ്റ് ചെയ്യാം. ഇത് കയറി ഇവിടെ കുറച്ച് ഇത് കാണുന്നുണ്ടോ? നല്ല ഭംഗി ഫ്ലവേഴ്സ്. നമ്മളപ്പോൾ അകത്ത് കയറി. നമുക്ക് 2 ബാസ്ക്കറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അകത്ത് കയറി ഇനി പറിക്കാനായിട്ട് പോവാം. ഈ ഒരു കൂടാരങ്ങൾ മുഴുവൻ ഓരോ സാധനങ്ങളാണ്. സ്ട്രോബെറി ഉണ്ട്, റാസ്ബെറി ഉണ്ട്, പിന്നെ അപ്പുറത്തേക്ക് എന്തോ മാറിയിട്ട് ആപ്പിൾ ഉണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഒരു സെക്ഷൻ മൊത്തം സ്ട്രോബെറിയാണ്. അങ്ങറ്റം വരെ ഉണ്ട് കേട്ടോ, അങ്ങറ്റം വരെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇതൊന്നും തുറന്നിട്ടില്ല, ഇതൊക്കെ ലോക്കാക്കിയിട്ടേക്കുവാണ്. അപ്പോൾ അത് ആയി വരുന്നേ ഉള്ളൂ. അപ്പോൾ ലോക്കാക്കിയിട്ടേക്കുവാണ്. കണ്ടോ, ഇതൊക്കെ സ്ട്രോബെറിയാണ്. അപ്പം ഇതിങ്ങനെ ഓരോ ഇതായി വരുന്നതനുസരിച്ച് അവർ ഓപ്പൺ ആക്കും. കണ്ടോ, ഇങ്ങനെ അങ്ങറ്റം വരെ സ്ട്രോബെറി ഇങ്ങനെ ഉണ്ടായി നിൽക്കുകയാണ്. നമ്മൾ ഓൾറെഡി ഇവിടെ വന്നിട്ടുള്ളതാണ്. ഉമ്മച്ചി ആദ്യമായിട്ടാണ് കാണുന്നത്. ഉമ്മച്ചിയോടെ എക്സ്പീരിയൻസ് ചോദിക്കാം നമുക്ക്. ഉമ്മച്ചി എങ്ങനെയുണ്ടോ? എങ്ങനെയുണ്ട്? അങ്ങനെയുണ്ട്. അപ്പം നമ്മൾ ഓൾമോസ്റ്റ് കുറച്ച് പറിച്ച് എടുത്തു. ഒരു ബാസ്ക്കറ്റോളം പറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ബില്ലടിക്കണം. പിന്നെ അവിടെ പ്രത്യേകിച്ച് ഇനിയൊന്നുമില്ല. അവിടെ വേണമെന്നുണ്ടെങ്കിൽ ഹോട്ട് ചോക്ലേറ്റ് സാധനങ്ങളൊക്കെ കുടിക്കാം. അൻഷാദ് ഡയറ്റ് ആയതുകൊണ്ട് വേണമെങ്കിൽ ഞങ്ങൾ കുടിക്കാം, നോക്കാം. അപ്പോൾ ബേബി എൻജോയ് ചെയ്തോന്ന് അറിയില്ല. ബേബി നല്ല ഉറക്കത്തിലാണ്. ഉമ്മച്ചി എങ്ങനെയുണ്ട്? അടിപൊളി. ഇത്രയും കണ്ണിന് കൗതുകമുള്ളൊരു കാഴ്ച. അടിപൊളി. പറിച്ചു കഴിഞ്ഞാ പോവാണോ? പോകാതെ പറ്റില്ലല്ലോ, ഇന്ന് നടക്കാൻ പോകുന്നു. അതിൻ്റെ ഓരോന്ന് കടന്നു പോകുമ്പോഴും മനോഹാരിത കൂടി വരുന്നു. നല്ല ഭംഗിയാണ് ഇങ്ങനെ കാണാനായിട്ട്. ഇങ്ങനെ തൂങ്ങി കിടക്കണ നല്ല ഭംഗിയാണ്. ഇപ്പോൾ സ്ട്രോബെറി എന്ന് നമുക്കറിയാമല്ലോ, കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയാണ്. നമ്മളിങ്ങനെ മേടിക്കാൻ വേണ്ടി പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണല്ലോ.
അങ്ങനെ തൂങ്ങി കിടക്കുമ്പോൾ നല്ല ഭംഗിയാണ്. പിന്നെ പെട്ടെന്ന് കേടാവുന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഫ്രിഡ്ജിൽ വെച്ചാലും ഈ സാധനം പെട്ടെന്ന് കേടാവുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അതായത് ഞങ്ങൾ ഒത്തിരി വാങ്ങിക്കാത്തത്. പിന്നെ വെച്ചാൽ ഡയറ്റ് ആയതുകൊണ്ട് അവന് കുറച്ചേ കഴിക്കുള്ളൂ. അതുകൊണ്ട് വീട്ടിൽ സാധനങ്ങളൊന്നും തീരില്ല. അതുകൊണ്ട് ഞങ്ങൾ കുറച്ചേ വാങ്ങിച്ചിട്ടുള്ളൂ. കുറച്ച് മീൻസ് ഒരു ബാസ്ക്കറ്റ്, 2 ബാസ്ക്കറ്റ് തന്നിരുന്നു. പക്ഷേ ഒരു ബാസ്ക്കറ്റ് എടുത്തുള്ളൂ. പെട്ടെന്ന് ഇങ്ങനെ എന്താ പറയുക, ഇങ്ങനെ അത് ഇങ്ങനെ തൊടുമ്പോൾ തന്നെ ഇങ്ങനെ ഞങ്ങളുടെ രീതിയിലൊക്കെ ആകും ഫ്രിഡ്ജിൽ വെച്ചാലും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ കുറച്ചെടുത്തിട്ട് ഇപ്പം ഞങ്ങളുടെ പതുക്കെ ഇവിടെ നിന്ന് ചലിക്കാമെന്ന് വിചാരിച്ച് വീണ്ടും നടന്നുകൊണ്ടിരിക്കുന്നു. കണ്ടോ കണ്ടോ, ചിലതൊക്കെ പഴുത്ത് വരുന്നതേ ഉള്ളൂ, ചിലതൊക്കെ നല്ലോണം പഴുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മളപ്പോൾ അവിടെ നിന്ന് ഒരു ഐസ്ക്രീമും കൂടെ വാങ്ങിച്ചിട്ടുണ്ട്. ഇത് വാനിലയിൽ അവരവിടെ നിന്ന് പിക്ക് ചെയ്ത സ്ട്രോബെറി മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കി തരുന്ന ഇതാണ്. അപ്പോൾ നമുക്കിനി ഇവിടുത്തെ പരിപാടികൾ കഴിഞ്ഞ് പോകാനായിട്ട് നോക്കാം. അങ്ങനെ നമ്മുടെ ഇവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു, ബില്ലിങ് കഴിഞ്ഞു, ഐസ്ക്രീം മേടിച്ചു. നമ്മൾ കാറിൽ വന്നു. അവൾ കൊച്ചിനെ ഫീഡ് ചെയ്യാണ്, മമ്മി ഐസ്ക്രീം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു നമ്മൾ തിരിക്കുകയാണ്. അപ്പോൾ ഇനി ബാക്കി പോകണ വഴിക്ക് ഈ സാധനമൊക്കെ കുടിച്ച് മുടക്കി വണ്ടി കയറണം. അതാണ് ഇനി പണിയുള്ളത്. നമ്മൾ മേടിച്ച സ്ട്രോബെറി ഇരിക്കണം, കാർ സീറ്റ് സെറ്റ് ചെയ്യണം, സ്ട്രോളുകൾ നമുക്ക് ബാക്കി കയറ്റണം. അപ്പോൾ ഓക്കെ. അപ്പോൾ നമ്മൾ നമ്മുടെ സ്ട്രോബെറി ഫാം വിസിറ്റ് കഴിഞ്ഞ് വീട്ടിട്ട് പോകാനുള്ള പരിപാടിയിലാണ്. പോണ വഴിക്ക് നമുക്ക് കടയിൽ കയറാനുണ്ട്. അപ്പോൾ ഇനി ആ കടയിൽ ചെന്നിട്ട് നമുക്ക് കാണാം. ഈ കടയിൽ നമ്മുടെ സാധനങ്ങളൊക്കെ കിട്ടും. കറിവേപ്പില ഉണ്ട്, പിന്നെ നമ്മുടെ മുരിങ്ങാക്കോൽ ഇരിപ്പുണ്ട് ഇവിടെ, പിന്നെ അങ്ങനത്തെ ഇന്ത്യൻ കുറച്ച് സാധനങ്ങളൊക്കെ കിട്ടും. ഏത്തപ്പഴം ഒന്നും വേണ്ട, ഏത്തപ്പഴം, പച്ചക്കായ ഒക്കെ കിട്ടും. പച്ചക്കായ എടുക്കാറുണ്ടല്ല, പച്ചക്കായ ഉണ്ടോ തോരനുണ്ടാക്കാൻ ഇടയ്ക്ക്. കടയിൽ നിന്ന് 2 മീനും പിന്നെന്താ ഒരു 2 ഏത്തക്കയും പിന്നെ നമ്മുടെ നാടൻ മിച്ചറും വാങ്ങിച്ചു ഇറങ്ങി. വീട്ടിലെത്തിയിട്ടുണ്ട്. ബേബീനെ കയറ്റുന്നു. കാറിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഇതിലാണ്. ഈ ഫോൺ പിടിച്ചു ഇനിയുണ്ടോ? കുറേ ഉണ്ടോ? ഞാൻ പോയി വച്ചിട്ട് വരാം. ഓക്കെ. അങ്ങനെ വീട്ടിൽ വന്നിട്ട് ഇന്നപ്പോൾ കുറച്ച് കഞ്ഞി കുടിക്കാമെന്ന് വിചാരിച്ചു. ഓൾറെഡി രാവിലെ കഞ്ഞി ഉണ്ടാക്കി വെച്ചിട്ടായിരുന്നു പോയത്. കഞ്ഞി കുടിക്കാൻ എന്നൊരു ചെറിയ ക്രേവിങ്സ്. അപ്പോൾ കഞ്ഞി കുടിക്കാമെന്ന് വിചാരിച്ചു. കഞ്ഞി എടുത്തോണ്ടിരിക്കുകയാണ്. ആക്ച്വലി ഞാൻ കുറച്ച് വീഡിയോ എടുക്കാൻ മറന്നുപോയി. നമ്മൾ വന്ന് ഇങ്ങനെ കുറച്ച് റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ കട്ട്ലറ്റ് ഉണ്ടാക്കി. കട്ട്ലറ്റൊക്കെ കുറച്ച് അടുപ്പത്ത് കിടക്കുന്നു. കുറച്ചും കൂടെ പൊരിക്കാനായിട്ടിരിക്കണം. ചായ കുടിക്കാനുള്ള സമയമായി കഞ്ഞി കുടിച്ച് കഴിഞ്ഞിട്ട്. പക്ഷേ വീഡിയോ എടുക്കാനായിട്ട് മറന്നുപോയി. പിന്നെ ഇതിനെ ഫീഡ് ചെയ്യാനുള്ള ടൈമും ആയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ അവന് പാലും കൊടുത്ത് അവനെ ഒന്ന് വീണ്ടും സെറ്റ് ചെയ്യണം. ചായ കുടിക്കാൻ നേരത്തെ വരെ ഇനി പാൽ കൊടുത്തിട്ട്. സോ നമ്മളപ്പോൾ കട്ട്ലറ്റൊക്കെ റെഡിയാക്കി ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. എൻ്റെ ചായ ചൂടാറാൻ വെച്ചേക്കുക. ചായ കുടിക്കല്ലേ? അപ്പോൾ നമുക്ക് ചായ കുടിക്കാം. കുടിക്ക്. ഇങ്ങനെ നമ്മൾ ചായ കുടിച്ച് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒരു ഈവനിങ് വാക്കിന് ഇറങ്ങാമെന്ന് വിചാരിച്ചു. സമ്മർ ആയതുകൊണ്ട് സൂര്യൻ അസ്തമിക്കാനും ഒരു 12 മണി, ഒരു 11:30 ആവും സൂര്യൻ അസ്തമിക്കാനും. അപ്പം ഇപ്പോൾ ഇവിടെ സമയം 7 മണിയായി. പക്ഷേ സ്റ്റിൽ സൂര്യൻ ഓൺ ഡ്യൂട്ടിയാണ്. അപ്പോൾ നമുക്ക് നടന്നിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവനെ സെറ്റ് ചെയ്യണം അവരെ. അപ്പം ഞാൻ അവനെ ഒന്ന് ഫ്രഷാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ അവനെ വണ്ടി കയറ്റണം. അവൻ്റെ വണ്ടിയിൽ തള്ളിക്കൊണ്ട് പോകാനേ പറ്റുള്ളൂ. അപ്പോൾ നല്ല ചൂട്. എനിക്ക് പ്രഗ്നൻസിയുടെ ആ ഒരു ഇത് കഴിഞ്ഞതുകൊണ്ടാണ് തോന്നുന്നു, ഹോർമോൺ സ്റ്റിൽ വർക്കിംഗ് ഒക്കെ ആയതുകൊണ്ടാണ് തോന്നുന്നു ഭയങ്കര ചൂടാണ്. വീട്ടിൽ സത്യം പറഞ്ഞാൽ ഇരിക്കാൻ പറ്റുന്നില്ല ചൂടെടുത്തിട്ട്. ഇവിടെ ഫാൻ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുണ്ട്.
അപ്പോൾ നമ്മൾ ഒന്ന് പോകാമെന്ന് വിചാരിച്ചു. പുറത്ത് നല്ല കാറ്റൊക്കെ ഉണ്ട്. നല്ല കാറ്റ് മീൻസ് ചെറിയൊരു കാറ്റുണ്ട്, ചെറിയൊരു തണുപ്പുണ്ട്. അപ്പോൾ അങ്ങനെ ഒന്ന് കാറ്റ് കൊണ്ടിട്ട് വരാം. ഇപ്പോൾ നമ്മൾ നടന്നെത്തിയപ്പോൾ ചെറിയൊരു മഴ പൊടിഞ്ഞു തുടങ്ങി. അപ്പോൾ നമ്മൾ അവനെ കവർ ചെയ്തിട്ടുണ്ട്. അവൻ കവർ ചെയ്തു. നമ്മൾ ജാക്കറ്റൊന്നുമില്ല, തണുപ്പില്ലാത്തതുകൊണ്ട് നമ്മൾ ജാക്കറ്റൊന്നും എടുത്തില്ല. മഴ പെയ്താൽ നമ്മൾ പെട്ടു ഗൈസ്. അങ്ങനെ നമ്മൾ നടന്ന് തിരിച്ച് വീടിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ആള് ഇരുന്നുറങ്ങിപ്പോയി, സുഖമായി ഇരുന്ന് ഉറങ്ങിപ്പോയി. ഇനിയിപ്പോൾ നമ്മൾ വീട്ടിൽ ചെല്ലുന്നു. ചാടിച്ചു, കട്ട്ലറ്റ് കൂട്ടി ചാടിച്ചതാണ്. പിന്നെ വിശന്നാ, ഡയറ്റാ പക്ഷെ എന്നാലും കുറച്ചൊക്കെ ഫുഡ് കഴിക്കാൻ തന്നതി. അപ്പം നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നു വീട്ടിലോട്ട്. എത്തിച്ചാൽ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, സിനിമയൊക്കെ കണ്ട് കിടക്കണം. ഇങ്ങനെയൊക്കെയാണ് നമ്മളുടെ ഒരു ദിവസം പോകാറുള്ളത്. അപ്പോൾ നമ്മൾ നാട്ടിലേക്ക് പോകാനുള്ള വെയിറ്റിങ്ങിലാണ്. അവിടെയും എല്ലാവരും വെയിറ്റിങ്ങിലാണ്. ബേബീനെ കാണാൻ നമ്മുടെ പാസ്പോർട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കിട്ടിയിട്ടാണ് നമുക്ക് എല്ലാവർക്കും കൂടെ നാട്ടിയിട്ട് പോകാൻ. എക്സൈറ്റഡ് ആണ് ഗൈസ്, എക്സൈറ്റഡ് ആണ്. ഇനിയിപ്പോൾ വീട്ടിലോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നു. എത്തിയിട്ടില്ല, കുറച്ചും കൂടെ ഒരു 2-3 മിനിറ്റും കൂടെ. നമ്മളങ്ങനെ വീട്ടിലെത്തിയത് വണ്ടി സ്റ്റോപ്പായപ്പോൾ ആൾ തന്നെ എഴുന്നേറ്റിട്ടുണ്ട്. ഇനി ഇവനൊന്ന് ഇതൊക്കെ സെറ്റാക്കണം. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഒരു ദിവസം കഴിഞ്ഞു. നമ്മൾ ലാസ്റ്റ് ഒരു സിനിമയും കണ്ട് ഫുഡും കഴിച്ചിരുന്ന് അത് കഴിഞ്ഞ് ബേബീനും സെറ്റ് ചെയ്ത് നമ്മൾ കിടക്കാനുള്ള പരിപാടികളിലേക്ക് പോയിരുന്നു. അപ്പോൾ ഇങ്ങനെയായിരുന്നു ഞങ്ങളുടെ ഒരു ഡേ ഇൻ അവർ ലൈഫ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ, ഗുഡ് നൈറ്റ്.